ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ഡൈവേർജൻസ് ആണ്. ഈ കോൺസെപ്റ്റ് വെക്റ്റർ കാൽക്കുലസിൽ നിന്നാണ് ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. അണ്ടർസ്റ്റാൻഡിങ് ഡൈവേർജൻസ്. ഡെൽ ഡോട്ട് എഫ്. In vector calculus, divergence is an essential concept that helps describe the behavior of vector fields in space. Vector calculusലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ് ഡൈവേർജൻസ്. It is a scalar measure of how much a vector field spreads out or diverges from a particular point. ഇതൊരു വെക്റ്റർ ഫീൽഡ് എത്ര ഡിഗ്രിയിൽ സ്പ്രെഡ് ആകുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഒരു പോയിന്റിൽ നിന്നും വെക്റ്റർ ഫീൽഡ് എത്ര എക്സ്റ്റെൻഡിൽ പുറത്തോട്ട് പോകുന്നു എന്നതാണ് ഡൈവേർജൻസ് പറയുന്നത്. ഇത് ഇമേജ്. Introduce this topic in the context of electrostatics and magnetostatics, where vector fields like electric or magnetic fields are analyzed using mathematical tools like divergence. The divergence of vector field Fr at a point is given by the dot product of the del operator, and the vector field Fr is del dot F of R equals partial derivative of Fx with respect to x plus partial derivative of Fy with respect to y plus partial derivative of Fz with respect to z. This formula is written in Cartesian coordinates and expresses how much vector field is expanding or contracting at a specific point in space. ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ്. എഫ് എക്സ്, എഫ് വൈ, എഫ് ഇസഡ് എന്ന കോമ്പൗണ്ട്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇതിലുള്ള ടേംസ്. നമുക്ക് അടുത്തതായി ജോമെട്രിക് ആൻഡ് ഫിസിക്കൽ മീനിങ് നോക്കാം ഡൈവേർജൻസിൻ്റെ. Geometrically, divergence represents the net rate of flow of a vector field out of an infinitesimally small volume surrounding a point. ജോമെട്രിക്കലി പറഞ്ഞാൽ ഡൈവേർജൻസ് എന്നത് ഒരു ചെറിയ വോളിയത്തിൽ നിന്നും എത്ര വെക്റ്റർ ഫീൽഡ് പുറത്തോട്ട് കടന്നു പോകുന്നു എന്നതാണ്. ഇഫ് മോർ വെക്റ്റേഴ്സ് ആർ എക്സിറ്റിംഗ് എ പോയിന്റ് ദാൻ എൻറ്ററിങ്, ദ ഡൈവേർജൻസ് ഈസ് പോസിറ്റീവ്, ഇംപ്ലൈയിങ് എ സോഴ്സ്. ഇഫ് മോർ ആർ എൻറ്ററിങ്, ദ ഡൈവേർജൻസ് ഈസ് നെഗറ്റീവ്, ഇംപ്ലൈയിങ് എ സിങ്ക്. ഇപ്പോൾ പോസിറ്റീവ് ഡൈവേർജൻസ് ഉണ്ടെങ്കിൽ അത് ഫീൽഡ് സോഴ്സ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ഡൈവേർജൻസ് ഉണ്ടെങ്കിൽ അത് സിങ്ക് ആണെന്ന് പറയും. എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണെങ്കിൽ പുറത്തോട്ടും നെഗറ്റീവ് ആണെങ്കിൽ അകത്തോട്ടും. In physics, this is particularly useful. For example, in electrostatics, the electric field produced by a point charge radiate outward. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യും. The divergence at that point is positive, reflecting the spreading out of field lines. അതിൻ്റെ ഡൈവേർജൻസ് ഡെൽ ഡോട്ട് ഇ പോസിറ്റീവ് ആകും. In fluid dynamics, if is the velocity of a fluid, then represent the rate of volume expansion or compression of the fluid at that point. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി വെക്റ്റർ എടുത്താൽ ഡെൽ ഡോട്ട് ബി എന്നത് ഫ്ലൂയിഡ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ കംപ്രസ് ചെയ്യുന്നുണ്ടോ എന്നതാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് റിയൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഇമാജിൻ പ്ലേസിങ് എ സ്മോൾ ബലൂൺ അറ്റ് എ വെക്റ്റർ ഫീൽഡ്. ഒരു വെക്റ്റർ ഫീൽഡിൽ ഒരു ചെറിയ ബലൂൺ നമ്മൾ ഇപ്പോൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ ബലൂൺ വലുതായിട്ടുണ്ടെങ്കിൽ ഡൈവേർജൻസ് പോസിറ്റീവാണ്. അതേസമയം ഇഫ് ഇറ്റ് ഷ്രിങ്ക്സ്, ദ ഡൈവേർജൻസ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ബലൂൺ ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ ഡൈവേർജൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇഫ് ഇറ്റ് സ്റ്റേസ് ദ സെയിം, ദ ഡൈവേർജൻസ് ഈസ് സീറോ. ബലൂൺ സെയിം ആ ഒരു നമ്മൾ വെച്ച അതേപോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഡൈവേർജൻസ് അവിടെ സീറോ ആയിരിക്കും. ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഒരു ഫീൽഡിലെ സോഴ്സ് ഓർ സിങ്ക് നേച്ചർ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇത് ഇലക്ട്രോ മാഗ്നറ്റിസം, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നീ പല ഏരിയാസിലും ഉപയോഗിക്കപ്പെടുന്നു. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.